കൊണ്ടുവരില്ല കൊണ്ടുവരുന്നല്ലേ 70 അല്ല 90 70 ആക്കണം ബീഫിന്. അച്ഛൻ എന്താ കൊണ്ടുവരില്ല പറഞ്ഞിട്ട് കൊടുത്ത്. ഹലോ, അങ്ങനെ ഞണ്ട് ഒരുപാട് ദിവസമായിട്ടോ ഞണ്ട് കറി കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് ഇന്ന് ഞാൻ പറഞ്ഞു, അച്ഛാ ഞണ്ട് കൊണ്ടുവരുമോ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞണ്ട് കൊണ്ടുവന്നത് ഉണ്ടാക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, അപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അപ്പുറത്തെ കടയിലുള്ള അച്ഛാ ഞണ്ടാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ, കൊണ്ടുവരുമോ ചോദിച്ചു. പറഞ്ഞു അതൊന്നും കൊണ്ടുവരില്ല, എനിക്ക് നല്ല പൈസയാണെന്ന് പറഞ്ഞു. അത് പിന്നെ ആ മോഹം വേണ്ടാന്ന് വെച്ച് ഞങ്ങളവിടെ ഇരിക്കുന്നു. ആ സമയത്താണ് അച്ഛൻ്റെ എൻട്രി. ഞണ്ടും അതുപോലെ തന്നെ ബീഫും കുറച്ച് പൊറോട്ടയും കൊണ്ട് വന്നു കേട്ടോ. ഞണ്ട് കൊണ്ട് ഞാനും പെണ്ണും ഞണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒരു ഞണ്ടായിരുന്നു, ഒരു ഞണ്ടിന് നല്ല 90 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഞണ്ടെടുത്തു കഴിക്കാൻ നിൽക്കുന്നുണ്ട്. ചേച്ചിക്കൊന്നും അധികം ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ഛന് വേണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും പെണ്ണുമാണ് ടേസ്റ്റ് ചെയ്യുന്നത്, മൊത്തം കഴിച്ചതും ഞാനും പെണ്ണുമാണ് കേട്ടോ. ചേച്ചി ഒരു കഷ്ണം കഴിച്ചു, അങ്ങോട്ട് പോയി. പിന്നെ ഞാനും പെണ്ണുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്, അതിലിട്ട കൂട്ടൊക്കെ നല്ല അടിപൊളി കൂട്ടാണ് കേട്ടോ. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അസാധ്യ എരിവായിരുന്നു കേട്ടോ. അച്ഛൻ ബീഫും അതുപോലെ തന്നെ പൊറോട്ടയും കഴിച്ചിട്ടു. ഞാനും പെണ്ണും ഇത് കാലിയാക്കാൻ നോക്കുകയാണേ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എനിക്ക് ഈ എരിവ് സഹിക്കാൻ പറ്റുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര സ്പൈസി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആ എരിവ് സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ പോലെ ഭയങ്കര എരിവ്, വെള്ളം കുടിച്ചിട്ടോ ഒന്നും എരിവ് നിൽക്കുന്നില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ്, പക്ഷെ എത്രത്തോളം എരിവ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് എനിക്ക് വയ്യാണ്ടായിട്ടോ, കാരണം അത്രത്തോളം എരിവ്, ചുണ്ടൊക്കെ നീറ്റില്ല, അതുപോലെ തന്നെ വയറിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കത്തിക്കാളുന്നൊരവസ്ഥ കേട്ടോ. കുറേ നേരം ഞാൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ ചുണ്ടിനൊക്കെ നീറ്റിൽ ഭയങ്കര നീറ്റിൽ, ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, ആ ബോട്ടിൽ വെള്ളമൊക്കെ ഞാൻ കുടിച്ച് തീർത്തു. അത്രത്തോളം എന്ത് കഴിച്ചു, ഭയങ്കര സ്പൈസിയാണ് കേട്ടോ ഞണ്ട് കറി, നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബായ്.